കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ്. 4ാമത്തെ ചാപ്റ്റർ ഇന്ന് വിക്ടേഴ്സ് ചാനലിൽ ക്ലാസ് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓരോ ഫിസിക്സ് ക്ലാസ്സിന് ശേഷവും ആ ദിവസം തന്നെ അതിൻ്റെ പാഠപുസ്തക വിശകലനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. എല്ലാ കുട്ടികളും വളരെ സീരിയസ് ആയിട്ട് പഠിക്കുക. നമ്മുടെ പാഠഭാഗങ്ങൾ ഒത്തിരി തീരാനുണ്ട്. പരീക്ഷ കൃത്യമായിട്ട് നടക്കും എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, വീഡിയോ കാണുമ്പോൾ ഫുൾ സ്ക്രീനിൽ കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഒപ്പം തന്നെ നിങ്ങളുടെ പാഠപുസ്തകം അടുത്ത് വെച്ച് പൂരിപ്പിക്കാനുള്ളതെല്ലാം പൂരിപ്പിക്കുക. നന്നായിട്ട് നല്ല എളുപ്പമുള്ള ഭാഗമാണിത്. നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതിൻ്റെ ഒരു ബാക്കിയുള്ള ഭാഗമാണിത്. ഓക്കെ, ഇതിൻ്റെ ഇൻട്രഡക്ഷനാണ്. ഇവിടെ കോൺവെക്സ് മിററാണ്. നമ്മൾ സാധാരണ വെഹിക്കിളിൻ്റെ റിയർ വ്യൂ മിററായിട്ട് കാണുന്ന കോൺവെക്സ് മിററാണ്. ഇതിൽ ദൂരെയാണ് വസ്തു, അകലെയായിട്ട് തോന്നിയാലും യഥാർത്ഥത്തിൽ അടുത്ത എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമ്മൾ ഇൻട്രഡക്ഷന് ശേഷം നമ്മുടെ യഥാർത്ഥ ടോപ്പിക്കിലേക്ക് വരികയാണ്. പ്ലെയിൻ മിററിലേക്ക് ലൈറ്റ് പതിക്കുന്ന ഒരു ചിത്രമാണ്. AO എന്നുള്ളത് ഇൻസിഡൻറ്റ് റേ ആണ്. OB എന്നുള്ളത് റിഫ്ലക്റ്റഡ് റേ ആണ്. I ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്, R ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, നോക്കുക, ഇത് ഇൻസിഡൻറ്റ് ആംഗിൾ I, റിഫ്ലക്റ്റഡ് ആംഗിൾ R. ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഈസ് ദ ഇൻസിഡൻറ്റ് റേ? AO ആണ് ഇൻസിഡൻറ്റ് റേ. വിച്ച് ഈസ് ദ റിഫ്ലക്റ്റഡ് റേ? ഇപ്പം നിങ്ങളത് എഴുതണം. OB ആണ് റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ നോക്കുക, ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമായിട്ട് തോന്നുന്നുണ്ടോ? ഒരു പ്രൊട്രാക്ടർ വെച്ച് അളന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ആർ ദ ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ടു ദ മിറർ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻറ്റ് ഇൻ ദ ഡിഫറൻറ്റ് പ്ലെയിൻസ്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ഇൻസിഡൻറ്റ് റേയും ഈ റിഫ്ലക്റ്റഡ് റേയും ഈ നോർമലും ഇത് മൂന്നും ഒരേ പ്ലെയിനിലാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പുസ്തകത്തിൻ്റെ ഒരു പേജ് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്കിത് തീർച്ചയായിട്ടും വരച്ച് കാണിക്കുക. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വിക്ടേഴ്സ് ചാനൽ കണ്ട 3 സാമ്പ്രാണിത്തിരികൾ അല്ലേ, ഇത് നോർമലാണ് കേട്ടോ. ഈ നോർമൽ ഇത് ഒരേ പ്ലെയിനിൽ, നമുക്ക് ഒരേ പ്ലെയിനിൽ വെക്കാൻ പറ്റും. അപ്പോൾ അത് കൃത്യമായിട്ടും സെയിം പ്ലെയിനാണ്. ഇൻ ദ സെയിം പ്ലെയിൻ. ഡിഫറെൻറ്റ് പ്ലെയിൻ ആണ്? നോ, ഇൻ ദ സെയിം പ്ലെയിൻ. വ്യത്യസ്ത പ്ലെയിനിലല്ല, ഒരേ പ്ലെയിനിലാണ്. അപ്പോൾ നമ്മൾ ലോ ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ലോ ഓഫ് റിഫ്ലക്ഷൻ. വെൻ എ ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഫ്രം ദ സ്മൂത്ത് സർഫസ്, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ. ഇതാണ് ഒന്നാമത്തെ കേട്ടോ. ഒന്നാമത്തെ ലോ ആണ് ഏതാ? ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ. രണ്ടാമത്തെ ലോ ആണ് ഏത്? ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ടു ദ സർഫസ് സെയിം പ്ലെയിൻ. നേരത്തെ ചോദിച്ചത് അത് രണ്ടും എഴുതുക. ഇതാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ ആണ്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ്. ഒന്നാമത്തെ ഏതാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണ്, സെയിം ആണ്. ദെൻ ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ ടു ദ സർഫസ് ആർ സെയിം പ്ലെയിൻ. ഓക്കെ, ഇനി നമ്മൾ റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷനുമാണ് പഠിക്കുന്നത്. ഈ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് സർഫസിലെ ലൈറ്റ് വന്ന് ഇതേപോലെ പതിക്കുന്നു കേട്ടോ. സ്മൂത്ത് സർഫസിൽ വന്ന് പതിക്കുന്നു. എന്നിട്ടത് കൃത്യമായിട്ടൊരു റെഗുലാരിറ്റി ഉണ്ട്. അത് കൃത്യമായിട്ട് തിരിച്ചു പോകുന്നുണ്ടോ? ഇത് റിഫ്ലക്റ്റഡ് റേ ഉണ്ടോ? എല്ലാം പാരലാണ് അല്ലേ? റിഫ്ലക്റ്റഡ് റേ എല്ലാം പാരലാണ്. ഒരു കൃത്യമായിട്ടുള്ള പാറ്റേൺ ഉണ്ട്. അതേസമയം ഇറഗുലർ റിഫ്ലക്ഷനിൽ കണ്ടോ, വന്ന് പതിക്കുന്നു, തിരിച്ചു പോകുന്നു. പക്ഷേ അവിടെ ഇതുണ്ടോ, ഒന്ന് പതിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇവിടെ വേറെ ഒരു ആംഗിൾ, ഒരു കൃത്യമായിട്ടുള്ള ഒരു ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. മാത്രമല്ല അത് റിഫ്ലക്റ്റഡ് റേ പാരലല്ല. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇമേജ് ഉണ്ടാക്കുന്നില്ല, പക്ഷേ ഇവിടെ ഒരു ഇമേജ് ഉണ്ടാക്കും. നമുക്ക് നോക്കാം. വാട്ട് ഡിഫറൻസ് ഈസ് സീൻ ബിറ്റ്വീൻ ദ സർഫസ് ഓഫ് ടു ഒബ്ജക്റ്റ്? എന്താണ് ഇത് രണ്ടും തമ്മിൽ? ഒന്നിൽ സ്മൂത്ത് ആണ്, രണ്ടാമത്തിൽ റഫ് ആണ് കേട്ടോ. A സ്മൂത്ത് സർഫസ് ആണ്, B റഫ് സർഫസ് ആണ്. ഇൻ ഫിഗർ 4.2b ആർ ദ റേസ് ഓഫ് ലൈറ്റ് ട്രാവലിംഗ് പാരലൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ. ഇവിടെ പാരലായിട്ടാണോ? അല്ല, നോ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തെഴുതാം? നോ എന്ന് എഴുതാം. When light falls
on a rough surface, it undergoes an irregular reflection. This is scattered reflection. അപ്പോൾ നിങ്ങളോട് പരീക്ഷിക്കുകയാണ് ഒരു മാർക്ക്. എന്താണ് സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ എന്ന് ചോദിച്ചാൽ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെ 2 മാർക്കിൻ്റെ ചോദിച്ചാൽ എന്താണ്? വെൻ ലൈറ്റ് ഫാൾസ് ഓൺ റഫ് സർഫസ്, ഇതാണ് ലൈറ്റ് ഫാൾസ് ഓൺ റഫ് സർഫസ്, ഇറ്റ് അണ്ടർഗോസ് അൻ ഇറഗുലർ റിഫ്ലക്ഷൻ. ദിസ് ഈസ് സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ കേട്ടോ. ഹിയർ ലൈറ്റ് അണ്ടർഗോസ് റിഫ്ലക്ഷൻ ബട്ട് നോ ഇമേജ് ഈസ് ഫോംഡ്. അപ്പോൾ സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഇറഗുലർ റിഫ്ലക്ഷനിൽ നോ ഇമേജ് ഫോം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. റെഗുലർ റിഫ്ലക്ഷനിൽ എന്ത് ഇല്ല? ഇമേജ് ഫോർമേഷൻ ഇല്ല കേട്ടോ. ഇറഗുലർ റിഫ്ലക്ഷനിൽ ഇമേജ് ഫോർമേഷൻ ഇല്ല. ഓക്കെ, ലൈറ്റ് അണ്ടർഗോസ് സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ. ദിസ് ഈസ് സ്കാറ്ററിങ്. സ്കാറ്ററിങ്ങിനെ കുറിച്ച് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കുന്നതാണ്. ഇനിയും നമ്മൾ സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഇറഗുലർ റിഫ്ലക്ഷൻ എന്താണെന്ന് പഠിച്ചു. ഇനി എന്താണ് റെഗുലർ റിഫ്ലക്ഷൻ? ഇതാണ് when light falls on smooth surface, it undergoes an irregular reflection. The rays of light traveling parallel after reflection. This is regular reflection. അതായത് ആഫ്റ്റർ സ്മൂത്ത് സർഫസിൽ പതിച്ചതിന് ശേഷം ഇറ്റ് അണ്ടർഗോസ് റെഗുലർ റിഫ്ലക്ഷൻ. കണ്ടോ, റെഗുലർ റിഫ്ലക്ഷൻ. അതുപോലെ ദ റിഫ്ലക്റ്റഡ് റേ ട്രാവൽ പാരലൽ അല്ലേ, പാരലൽ ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. ദ റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ പാരലൽ കേട്ടോ, ട്രാവലിംഗ് പാരലൽ മറക്കരുത്. ആഫ്റ്റർ റിഫ്ലക്ഷൻ റേസ് ട്രാവൽ പാരലായിട്ട് സമാന്തരമായിട്ടാണ് പോകുന്നത്. ഇതിവിടെ അങ്ങനെയല്ല, പാരലല്ല, ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് പഠിക്കുക. ഇതിൻ്റെ ഡെഫിനിഷനുണ്ട്. ഏതാണ്? ഇറ്റ് അണ്ടർഗോസ് ഇറഗുലർ റിഫ്ലക്ഷൻ, ദിസ് ഈസ് സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ ഉണ്ടോ റഫ് സർഫസിൽ, അതുപോലെ സ്മൂത്ത് സർഫസിൽ ഇവിടെ ഇത് റെഗുലർ റിഫ്ലക്ഷൻ പഠിക്കണം. നെക്സ്റ്റ് വി ആർ ഫെമിലിയർ വിത്ത് പ്ലെയിൻ മിറർ, സ്പെറിക്കൽ മിറർ. 8ാം ക്ലാസ്സിൽ നമ്മൾ കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇമേജ് ഫോർമേഷൻ ബൈ പ്ലെയിൻ മിറർ പഠിക്കാം. ഓക്കെ, ഇത് പി ക്യു എന്നുള്ളതൊരു പ്ലെയിൻ മിററാണ്. ഇത് ഒ എന്നുള്ളത് ഒബ്ജക്റ്റാണ്, ഐ എന്നുള്ളത് ഇമേജാണ്, നമ്മൾ ഒബ്ജക്റ്റ് ഇമേജ്. ഇവിടെ ഒ എ ഒ സി 2 ഇൻസിഡൻറ്റ് റേ ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഒ എയും ഒ സിയും 2 ഇൻസിഡൻറ്റ് റേ ആണ്. ഈ ഒബ്ജക്റ്റിൽ നിന്നും ധാരാളം റേസ് വന്ന് മിററിൽ പതിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 2 റേ ആണ്. ഏതാണ്? ഒ എ ഒ ബി. ഇനി നമ്മൾ ഇവിടെ നിന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ ഇതാണ് റിഫ്ലക്റ്റഡ് റേ. എ ബിയും സി ഡിയുമാണ് റിഫ്ലക്റ്റഡ് റേ. എക്സ് വൈ എന്നുള്ളത് നോർമലാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഈ മുകളിൽ ഈ എഴുതിയിരിക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. ഈ എ ബിയും സി ഡിയും മിററിൽ നിന്ന് കണ്ണിലേക്ക് പതിക്കുന്നു അല്ലേ. ഈ ബി കുറേ കൂടെ ബാക്കായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതുപോലെ ഡിയും എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ, അതായത് എ ബി എക്സ്റ്റെൻഡ് ചെയ്യുന്നു, സി ഡിയും എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ഇത് മിററിന് പുറകിലായിട്ട് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ഉണ്ടോ, നേരെ പുറകോട്ടേക്ക് നീട്ടിക്കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. അതാണ് ഇൻസിഡന്റ് ഒബ്ലിക്ലി ഓൺ ദ മിറർ. എവിടെയുള്ളത്? അക്കോർഡിംഗ് ടു ലോ ഓഫ് റിഫ്ലക്ഷൻ എ ബി ആൻഡ് സി ഡി ക്യാൻ ഡ്രോ വിത്ത് റെസ്പെക്ട് ടു നോർമൽ എക്സ് ആൻഡ് വൈ. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. വാട്ട് വിൽ ഹാപ്പൻ? ദീസ് റേ ആർ എക്സ്റ്റെൻഡഡ് ബാക്ക്വേർഡ്സ്. ഇത് തമ്മിൽ എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് മീറ്റ് അറ്റ് എ പോയിന്റ് അല്ലേ. ഇറ്റ് മീറ്റ് അറ്റ് എ പോയിന്റ്. വാട്ട് വിൽ ഹാപ്പൻ? ദ റേസ് എക്സ്റ്റെൻഡഡ് ബാക്ക്വേർഡ്സ്, ഇറ്റ് മീറ്റ്സ് അറ്റ് എ പോയിന്റ്. Don't they meet at a point? Yes, they meet at a point. Isn't the image is formed? Yes, ഇതാണ് ആ ഇമേജ് ഫോം ചെയ്താണ് കേട്ടോ. യെസ്, റെക്കോർഡ് ഇൻ യുവർ സയൻസ് ഡയറി ദ ഫോളോവിങ് ഫീച്ചേഴ്സ് അബൌട്ട് ദ ഇമേജ് ഫോംഡ്. ഇതുണ്ട്, ഈ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഫോം ചെയ്തതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറയണം. ദ ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ് ഫ്രം മിറർ. അതായത് മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരവും മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരവും എങ്ങനെയായിരിക്കും? ഈക്വലാണ്. ദ ഇമേജ് റിയൽ ഓർ വെർച്വൽ. ഇതുണ്ട്, ഈ ഇമേജ് റിയൽ ആണോ വെർച്വൽ ആണോ? സാധാരണ നമുക്കറിയാം മിററിന് പുറകിലുണ്ടാകുന്നത് ഒരു വെർച്വൽ ഇമേജാണ്. അതായത് ഇത് മിഥ്യ ആയിട്ടുള്ള യഥാർത്ഥമല്ലാത്തതാണ്. അപ്പം നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ ഇമേജ് റിയൽ അല്ല, അത് വെർച്വൽ ഇമേജാണ്. റിയൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റും, ഒപ്പം തന്നെ തല കീഴായതായിരിക്കും, അതായത് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇറ്റ് ക്യാൻ ബി ഫോംഡ് ഓൺ സ്ക്രീൻ. ഇത് നമുക്ക് നമ്മുടെ
പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്നത് വെർച്വൽ ഇമേജാണ്. സൈസ് ഓഫ് ദ ഇമേജ് സെയിം സൈസാണ്, അതായത് ഒബ്ജക്റ്റിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെയായിരിക്കും ഇമേജ് കേട്ടോ. ഈ 3 ഫീച്ചേഴ്സ് നിങ്ങൾ പഠിക്കണം. പ്ലെയിൻ മിററിൻ്റെ ഇമേജിൻ്റെ പ്രത്യേകതകളാണ് എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ ടു ദ ഒബ്ജക്റ്റ് ആൻഡ് ദ ഇമേജ് ഫ്രം ദ മിറർ ആർ ഈക്വൽ. അതായത് ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ ടു ദ ഒബ്ജക്റ്റ്, അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസും എവിടെ നിന്ന്? മിററിൽ നിന്നും ഈക്വൽ ആയിരിക്കും കേട്ടോ. ഇനി ഇമേജ് വെർച്വലാണ്, സൈസ് ഓഫ് ദ ഇമേജ് സെയിം സൈസാണ് കേട്ടോ. അതുപോലെ നമുക്ക് വേണമെങ്കിൽ എറക്റ്റാന്ന് എഴുതാം, നേരെ ആയിരിക്കും. ഇവിടെ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഇമേജ് ഇങ്ങനെയാണ്, എറക്റ്റാണ്, നേരെ. ഇമേജസ് ആർ ഫോംഡ് ക്യാൻ ലൈറ്റ് ഹിറ്റിംഗ് ഓൺ ദ ഒബ്ജക്റ്റ് അണ്ടർഗോസ് റിഫ്ലക്ഷൻ. ക്യാൻ യു ഇൻക്രീസ് ദ നമ്പർ ഓഫ് റിഫ്ലക്ഷൻ ബൈ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് മിറർ? ഇനി നമ്മൾ മിററിൻ്റെ എണ്ണം കൂട്ടി നമുക്ക് ഇമേജിൻ്റെ എണ്ണം കൂട്ടാവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ബാർബർ ഷോപ്പിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാകും 2 മിറർ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, അല്ലേ? ഒന്ന് മുമ്പിൽ ഒന്ന് പുറകിലുമായിട്ട് 2 മിറർ വെച്ചിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഇമേജസിനെ കാണാം, നിങ്ങളുടെ തന്നെ പല രൂപങ്ങൾ കാണാം അല്ലേ? അപ്പോൾ ആ ഒരു സെക്ഷനാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ 2 മിറർ വെച്ചിരിക്കുന്നത് 90 ഡിഗ്രിയിലാണ് വെച്ചിരിക്കുന്നത്. നോക്കിയേ, ഇവിടെ നോക്കുമ്പോൾ 3 ഇമേജ് കാണാം അല്ലേ? ഓക്കെ, ഹൗ മെനി ഇമേജസ് ക്യാൻ ബി സീൻ വെൻ വ്യൂഡ് ഫ്രം എ ആൻഡ് ബി? എയിൽ നിന്നും ബി, ഇവിടെ എ ബി ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് മൊത്തത്തിൽ എത്ര ഇമേജ് കാണാം? 3 ഇമേജ്. വാട്ട് ഇഫ് വ്യൂഡ് ഫ്രം എ പൊസിഷൻ ബിറ്റ്വീൻ ദ മിററിൻ്റെ ഉള്ളിൽ നിന്ന്, അതായത് ഈ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഇമേജ് കാണാം? 3 ഇമേജ് കേട്ടോ. അത് പോട്ടെ. ഹൗ മച്ച് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിറേഴ്സ്? ഈ 2 മിറർ തമ്മിൽ, മിറർ 1 മിറർ 2 തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി എന്ന് എഴുതാം അല്ലേ? 90 ഡിഗ്രി. അപ്പം 90 ഡിഗ്രിയിൽ നമുക്ക് എത്ര ഇമേജ് ഉണ്ടായി? 3 ഇമേജ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ 45 ഡിഗ്രിയിൽ എത്രയുണ്ടാകും? 60 ഡിഗ്രി, 90 ഡിഗ്രി, 120. ഇവിടെ 90യുടെ ഇവിടെ നിങ്ങൾക്ക് എന്തെഴുതാം? 3 എന്ന് എഴുതാം കേട്ടോ. 3. ഓക്കെ, കാണത്തില്ല അല്ലേ? യെസ്, 3 എന്ന് എഴുതാം. അതുപോലെ തന്നെ 120 എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 120 നിങ്ങൾ ഈ തീറ്റയുടെ സ്ഥാനത്ത് എന്തെഴുതണം? 120 എന്ന് എഴുതിയാൽ മതി. 120 ഇവിടെ എഴുതേണ്ടത് ഏതാണ്? ഞാൻ ഇവിടെ എഴുതേണ്ടത് ഓക്കെ 120. കളർ നമുക്കൊന്ന് മാറ്റാം. ഓക്കെ, അപ്പോൾ 120 എന്ന് എഴുതി. ഈ 120യുടെ ഈ 0 ഉണ്ടല്ലോ, ഈ 0യും ക്യാൻസൽ ചെയ്തു. അപ്പോൾ എത്ര വരുന്നത്? 12. 12 അല്ലേ വരുന്നത്? 12ഉം 36ഉം കൂടെ നമുക്ക് ഡിവൈഡ് ചെയ്യത്തില്ലേ? എത്രയാണ്? 3 അല്ലേ? 3 ഇൻറ്റു 3 ഇൻറ്റു 12 ആണ് 36. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടി? ഇവിടെ നമുക്ക് എത്ര കിട്ടും മൊത്തം? നമുക്കിവിടെ 3 കിട്ടും കേട്ടോ. 3 - 1 2. അപ്പോൾ 120 വരുമ്പോൾ എത്രയാണ് ഇവിടെ എഴുതേണ്ടത്? 2 കേട്ടോ. അതുപോലെ 180 വരുമ്പം നമുക്കിവിടെ ഇതിൻ്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? 180 എന്ന് കൊടുക്കുക. തീറ്റ എന്നുള്ളത് ആംഗിളാണ്. പല കുട്ടികൾക്കും ഇപ്പോഴും 0 എന്നൊക്കെ വായിച്ചവരുണ്ടെന്നാണ് എൻ്റെ ഒരു സംശയം. ഈ ആംഗിളിനാണ് പറയുന്നത്, ഇതിന് പറയുന്ന പേരാണ് തീറ്റ. ഈ ആംഗിളാണ് തീറ്റ കേട്ടോ. സൈൻ തീറ്റ, കോസ് തീറ്റ എന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇതിന് പറയുന്ന പേരാണ് തീറ്റ എന്നാണ്. അപ്പം ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളാണ്. ഈ തീറ്റ എത്രയാണ് ഇവിടെ? തീറ്റയുടെ സ്ഥാനത്ത് എത്രയാണ് വരുന്നത്? 180. 360 180ൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ ഇവിടെ 2 അല്ലേ വരുന്നത്? 360 180 കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 - 1. അപ്പോൾ ഇവിടെ എത്ര വരും? 1 എന്ന് വരും കേട്ടോ. ഇവിടെ എത്രയാണ്? 1. അപ്പോൾ അതുപോലെ നിങ്ങൾ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഏതാണ് ഇക്വേഷൻ? ഇത് ഈ പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. 360 ഡിവൈഡ് ബൈ തീറ്റ -1. ഓക്കെ, 360 ഡിവൈഡഡ് ബൈ തീറ്റ -1 ആണ് ഇക്വേഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് നിങ്ങൾ ഈ ഒരു മോഡൽ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത്ര ആംഗിൾ തരും, എന്നിട്ട് എത്രയാണ്, അല്ലെങ്കിൽ ആംഗിൾ ഇതെല്ലാം തന്നിട്ട് എത്ര ഇമേജ് എത്രയാണെന്ന് ചോദിക്കും. ചിലപ്പോൾ ആംഗിൾ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഇത്രയാണ് നമ്മുടെ വിക്ടേഴ്സ് ചാനൽ ഇന്നത്തെ കഴിഞ്ഞ ക്ലാസ്. എല്ലാ കുട്ടികൾക്കും വളരെ ലളിതമായിരുന്നു, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊക്കെ കംപ്ലീറ്റ് ആക്കുക. ഇന്ന് പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം 1 ഇത്, അതായത് നമ്മുടെ റെഗുലർ റിഫ്ലക്ഷന്, ഇറഗുലർ റിഫ്ലക്ഷന്, അതുപോലെ തന്നെ ലോസ് ഓഫ് റിഫ്ലക്ഷന്, അതുപോലെ അടുത്തത് ഈ പ്ലെയിൻ മിററിലെ ഇമേജിൻ്റെ പ്രത്യേകതകൾ, പിന്നെ ഈ ഇക്വേഷൻ 2 ഈ മിറർ തമ്മിൽ ഇത്ര ആംഗിൾ വെച്ചാൽ എത്ര ഇമേജസ് ഫോം ചെയ്യുന്നു എന്നുള്ളത്, ആ ഇക്വേഷനും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും.
അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.